ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. കുറച്ചധികം ഇൻഡിക്കേറ്റേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ തേടുക, അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലാതെ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. 50 ക്യാൻഡിൽസിന്റെ ആവറേജിനെയാണ് നമ്മൾ 50 EMA എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 100 EMA എന്ന് പറഞ്ഞാലോ 100 ക്യാൻഡിൽസിന്റെ ആവറേജ് ആണ് പറയുന്നത്. എന്താണ് ഈ റിസ്ക് ടു റിവാർഡ് എന്നുള്ളത്? അതായത് ഒരു 1000 രൂപ റിസ്കിൽ വെക്കുകയാണെങ്കിൽ 1000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇതിനെ നമ്മൾ പറയുന്നത് 1:1 എന്നാണ്. 1000 രൂപ റിസ്കിൽ വെച്ചിട്ട് 2000 രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1:2 എന്ന് പറയും. 1000 രൂപ റിസ്കിൽ വെച്ച് 3000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ 1:3 എന്ന് നമ്മൾ ഇതിനെ പറയുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഈ ഒരു സീരീസിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. പലർക്കും ചില ഒരു ഡൗട്ട് കാണും, നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണോ, ഇല്ല ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യൽ ലാഗിങ് ആണോ? വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്വാൻസ് സ്ട്രാറ്റജിയിലോട്ടും കാര്യങ്ങളോട്ടും പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലാകാനായിട്ട് എളുപ്പമായിരിക്കില്ല. ഇപ്പം നമ്മൾ അതിന് പകരം ഒരു കുറച്ചധികം ഇൻഡിക്കേറ്റേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ തേടുക, അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലാതെ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈവ് കാണുന്നതാണ്, നിങ്ങൾക്കറിയാം ഞാൻ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് ഞാൻ ഡയറക്റ്റ്ലി ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെ വന്ന് ട്രേഡ് ചെയ്യാൻ പോയതല്ല. ഞാൻ കുറെ അധികം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇന്നത് വേണ്ട, ഇന്നത് എനിക്ക് ഇന്ന രീതിയിൽ ക്യാൻഡിൽസിൽ നിന്ന് ഇന്ന മൊമെന്റം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. അതുവരെ ഞാൻ കുറെ അധികം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. എന്നെ അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെയും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ മൂവിങ് ആവറേജ് എന്നുള്ളത്. എന്താണ് ഈ മൂവിങ് ആവറേജ് എന്നുള്ളത്? ഫസ്റ്റ് വൺ ആവറേജ് നമുക്കറിയാം അല്ലേ. നമ്മളൊരു കുറെ അധികം നമ്പേഴ്സിന്റെ ഒരു ആവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ ഒരു പ്രോഗ്രാമിന് വരുന്ന എത്ര പേരുണ്ട്, നമ്മൾ ആവറേജ് ഇത്രയും പേരൊക്കെ കാണും എന്ന് പറയുമല്ലോ. ഇല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ ഒരു മാർക്ക് എങ്ങനെയുണ്ട്, ഇല്ല ആ ഒരു സ്റ്റുഡന്റിന്റെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആവറേജ് നമുക്ക് മനസ്സിലാവും. ഒരു 75%, ഒരു 85% എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത് ആവറേജ് എന്നുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക്, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഫോറക്സ് കറൻസീസ് ആയിക്കോട്ടെ, യൂറോ USD ആയിക്കോട്ടെ, ഗോൾഡ്, സിൽവർ, ക്രൂഡ്, ഇല്ല ക്രിപ്റ്റോ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് ആ ക്യാൻഡിൽ വഴി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ അതിന്റെ ഒരു EMA എന്നില്ലെങ്കിൽ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പം നമുക്കത് പറഞ്ഞു തരുന്നത് കുറച്ചു മുമ്പുള്ള ഇല്ലെങ്കിൽ ഇത്രയും ക്യാൻഡിൽസിന്റെ ഒരു ആവറേജാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അടുത്തൊരു ക്യാൻഡിൽ എവിടെയായിട്ടായിരിക്കാം വരാൻ പോകുന്നത് എന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. ഇതിനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് മൂവിങ് ആവറേജ് ഉണ്ട്. SMA, EMA മെയിൻലി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് EMA ആണ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. രണ്ടെണ്ണം ഉണ്ട്, SMA ഉണ്ട്, EMA ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് EMA ആണ്. അപ്പൊ ആ ഒരു EMAയിൽ നമ്മൾ കറന്റ് യൂസ് ചെയ്യാൻ പോകുന്നത് 50 EMA ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായുള്ള റീസൺസ് ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് ഷോർട്ട് ടൈം ട്രെൻഡ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ പറയുന്ന 50 EMA എന്ന് പറയുമ്പോൾ. അതായത് 50 പീരീഡ് EMA, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. എന്താണ് ഈ 50 പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 50 പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്യാൻഡിൽസിന്റെ മൂവിങ് ആവറേജ് ആണ്. 100 പീരീഡ് എന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ 100 EMA എന്ന് പറഞ്ഞാലോ 100 ക്യാൻഡിലിന്റെ ആവറേജ് ആണ്. 200 EMA എന്ന് പറഞ്ഞാലോ 200 ക്യാൻഡിലിന്റെ ആവറേജ് ആണ്. 5 EMA എന്ന് പറഞ്ഞാലോ 5 ക്യാൻഡിൽസിന്റെ ആവറേജ് ആണ്. റൈറ്റ്. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് സെക്കൻഡ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിബനോച്ചി ആണ്. അത് വളരെ ഫെമിലിയർ ആണ് പലർക്കും. ബട്ട് എന്നാൽ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഫിബനോച്ചി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാം. ഫിബനോച്ചി നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. 0, 1, 1, 2, അതായത് 0+1 ആയിരിക്കും അടുത്തത്. തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അടുത്തടുത്ത നമ്പർ കിട്ടുക. 0+1 എന്ന് പറയുമ്പോൾ 1, 1+1 2, 2+1 3,
3+2 5 കണ്ടോ, ഇപ്പൊ 3ഉം 5ഉം ഉള്ളത്. അപ്പൊ 3+5 എന്ന് പറയുമ്പോൾ 8 ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടേയിരിക്കും. ഇത് നമുക്ക് ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു ലെവൽ മനസ്സിലാക്കുകയും ഏതെങ്കിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഫിബ് എന്നുള്ളത്. അതെങ്ങനെ എടുക്കാം എന്നുള്ളതും ഞാൻ കാണിച്ചു തരാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റിലായിരിക്കും നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യുക. 5 മിനിറ്റ് ആണെങ്കിൽ ഓക്കെ, റൈറ്റ്. നിങ്ങൾക്ക് യൂറോ USDയിലാകാം, ഇല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്സിലാകാം, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഫോറക്സിന്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഫോറക്സിന്റെ സീരീസ് വേണം, ഇല്ലെങ്കിൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഫോറക്സ് എന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ഫോറക്സ് അതൊരു ബേസ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തരാം, റൈറ്റ്. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരുന്നതുമായിരിക്കും. സോ ഫോറക്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഫോറക്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് യൂറോ USD ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കറൻസീസിൽ ഏറ്റവും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് യൂറോ USD ആണ്. ദെൻ ഗോൾഡും സിൽവറും ഒക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. അടുത്തത് നമ്മൾ ഇതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു PDF ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി. അത് എങ്ങനെ എന്നുള്ളത് ഞാനത് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ EMA ആഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഞാൻ ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സ്ക്രിപ്റ്റ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിലോട്ട് വരുന്നു, EMA ആഡ് ചെയ്യുന്നു. EMA എന്ന് ഞാൻ കൊടുക്കുന്നു. മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഞാനത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കണ്ടോ EMA 9 ക്ലോസ്, ഇതായിരിക്കും ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. അതാ നിങ്ങൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ കണ്ടോ, ഇത് EMA 9 ആണ്. ഞാൻ സെറ്റിംഗ്സിലേക്ക് വരുന്നു, ഇൻപുട്ട് എടുക്കുന്നു, ഇത് നേരെ 9 മാറ്റിയിട്ട് 50 ആക്കുന്നു. കാരണം നമ്മൾ 50 EMA ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ 50 EMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 50 EMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്യാൻഡിൽസിന്റെ ആവറേജിനെയാണ് നമ്മൾ 50 EMA എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 100 EMA എന്ന് പറഞ്ഞാലോ 100 ക്യാൻഡിൽസിന്റെ ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ സ്റ്റൈല് മാറ്റിയിട്ട് ഞാനിവിടെ വൈറ്റ് ആക്കി, ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആകാനായിട്ട്. കാരണം ഞാൻ ഓൾറെഡി ബ്ലാക്ക് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് എന്താ, അപ്പൊ നമ്മൾ 50 EMA സിഗ്നിഫിക്കൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 EMA ഷോർട്ട് ടൈം ട്രെൻഡിനെ നമുക്ക് പറഞ്ഞു തരും. അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്നുള്ളത്. സിയ ഇവിടെ കണ്ടോ, 50 EMAക്ക് മുകളിലാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ് ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കും. 50 EMAക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺ ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓൾറൈറ്റ്. അപ്പം EMA പറ്റി നമുക്ക് മനസ്സിലായല്ലോ. അടുത്തത് എന്താണ്, ഇനി ഫിബ് യൂസ് ചെയ്യണം. 1 2 3 ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തതില് നമുക്ക് ഫസ്റ്റ് തന്നെ ഫിബ് റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അത് ഞാൻ ഒറ്റ ക്ലിക്ക് ചെയ്തു. അടുത്ത എന്താണ്, നമ്മൾ ഡൗ തിയറിയുടെ ബേസിസിൽ ഹയർ ഹൈ ഹയർ ലോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആ ഒരു ഹയർ ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ലെവൽ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ ഒരു സെർട്ടൈൻ ലെവൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മളുടെ പ്രൈസ് ഇപ്പൊ ഇവിടെ വന്നാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ഫിബ് എടുക്കുക, മൂന്നാമത്തെ പോർഷനിൽ ഫിബ് എടുത്തു. ഇത് ഹയർ ഹൈ, ഇത് ഹയർ ലോ ആണല്ലോ. അപ്പൊ എന്താ ചെയ്യുക, ഈ ഹയർ ലോയുടെ അവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ ക്ലിക്ക് നമ്മളിത് ഇവിടെ കൊണ്ടുകൊടുത്തു. അതായത് ഈ ഒരു ടോപ്പിൽ കേട്ടോ, ഹയർ ഹൈയിൽ കൊണ്ട് കൊടുത്തു. ഇതിനെ നമ്മൾ പറയുന്നത് സ്വിംഗ് ലോ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് സ്വിംഗ് ഹൈ എന്നാണ് പറയുന്നത്. ഇതെന്താണ്, സ്വിംഗ് ലോ. ഇതെന്ന് പറയുന്നത് സ്വിംഗ് ഹൈ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലുള്ള പല പല ലെവൽസുകളാണ്. ഈ ഒരു സെർട്ടൻ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ 0.38 എന്ന് പറയുന്നത് 30%ഓളമാണ്, ഇല്ല 38% ആണ്. 0.5 എന്ന് പറയുമ്പോൾ 50%, 0.6 എന്ന് പറയുമ്പോൾ 60% ആണ്. അതായത് ഒരു ഹൈ ജനറേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് തിരിച്ചു വരുന്നത് ഇതൊരു 50% ഇല്ലെങ്കിൽ 60% ആണെങ്കിൽ അവിടുന്ന് ഒരു റീട്രേസ് ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് എന്നത് പറയുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ഒരു 50% 60% വ്യൂ. അപ്പോൾ ഈ 0.618 എന്ന് പറയുന്നത് ഗോൾഡൻ റീട്രേസ്മെന്റ് ലെവലും എന്ന് നമ്മൾ അതിനെ പറയും. ഗോൾഡൻ റീട്രേസ്മെന്റ് ലെവൽ എന്ന് നമ്മൾ ഇതിനെ പറയുന്നതാണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ 50 EMA നല്ല ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതുമാണ്. അപ്പൊ നമ്മൾ ഇവിടെ നേരെ ഞാൻ ക്യാൻഡിൽസിനെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ ഇപ്പോഴാണ് ഒരു എൻട്രി എടുക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്, ഇത് ഓൾമോസ്റ്റ് 0.5 റേഞ്ചിലത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. 0.5 വന്നു. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, നമുക്കിതൊരു അപ് ട്രെൻഡിലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി, നമ്മളുടെ 50 EMA വെച്ച് നമുക്ക് മനസ്സിലായി അപ് ട്രെൻഡിലാണ് എന്നുള്ളത്. രണ്ടാമത്തത് എന്താണ്, ഇതൊരു സപ്പോർട്ട് എടുത്തു. 50 EMA തന്നെ കണ്ടോ, 50 EMA വന്ന് ഒരു ഹാമർ പോലെ ഒരു സ്ട്രക്ചർ ഫോം ആവുകയാണ് അല്ലെ.
അടുത്തതോ നമുക്കൊരു ഫിബ് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് 0.5% ആയിട്ടുണ്ട്. സോ അപ് ട്രെൻഡ് ആണ്, ഒരു സപ്പോർട്ട് എടുത്തു 50 EMA. അതുപോലെ തന്നെ റീട്രേസ്മെന്റ് ലെവൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫിബും നമ്മളോട് ഓക്കെ പറഞ്ഞു. വേറെയും ഉണ്ട്, ക്യാൻഡൽസ്റ്റിക് പാറ്റേണായിട്ട് ഹാമർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമല്ലോ. ഇത് എക്സാക്ട് ഹാമർ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളിവിടെ എൻട്രി ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രി എന്ന് പറയുമ്പം ബുള്ളിഷ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ, നമ്മൾ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുള്ളിഷ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ഇവിടെ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഈ ഒരു 50 EMA താഴെ കൊണ്ടുവെക്കാം. ഇല്ലെങ്കിൽ ആ ഒരു എൻട്രി എടുത്ത ക്യാൻഡിൽ ഉണ്ടല്ലോ ബുള്ളിഷ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ, അതിന്റെ താഴെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ചിലർ നേരെ ഈ ഒരു ഗോൾഡൻ റീട്രേസ്മെന്റ് ലെവൽ 0.618 താഴെ കൊണ്ട് വെക്കും, ചെറിയ വിക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കാതെ നിങ്ങൾ ഒരു ട്രേഡും നിങ്ങൾ എടുക്കരുത്. ഓക്കെ, അതായത് ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടേക്കണം. ഓക്കെ, കഴിഞ്ഞു, ഞാൻ എന്റെ വ്യൂ തെറ്റായിരുന്നു അവിടെ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടുന്ന് നമുക്ക് നേരെ എൻട്രി ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് നമുക്ക് നേരെ എൻട്രി ചെയ്യാം. എന്നിട്ട് സ്റ്റോപ്പ് ലോസോ ഇതിന്റെ ലോയി കൊണ്ട് നമ്മൾ വെക്കുന്നു. അതായത് ആ ഒരു ക്യാൻഡിലിന്റെ ലോയി കൊണ്ട് വെക്കുന്നു, ഇല്ലെങ്കിൽ 50 EMA ലോയി കൊണ്ട് വെക്കുന്നു, ഇല്ലെങ്കിൽ ചിലർ നേരെ ഇത് ഈ ഒരു റേഞ്ച് കൊണ്ടാണ് വെക്കുന്നത് 0.618. സ്റ്റോപ്പ് ലോസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് പലരും. അത് ഈ വിക്സ് വന്ന് സ്ട്രൈക്ക് ചെയ്ത് ടാർഗറ്റിലോട്ട് പോകത്തില്ലേ, അതൊക്കെയാണ് പലപ്പോഴും അങ്ങനെ ഫോം ആവുന്നത്. ഇനി അടുത്തത് എന്താ? ടാർഗറ്റ് അല്ലെ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഈ ഒരു ഹൈ ആണ്. പ്രീവിയസ് ഹൈ തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ റിസ്ക് ടു റിവാർഡ് എന്ന് പറയുന്നത് 1:3.57 ഉണ്ട്. എന്താണ് ഈ റിസ്ക് ടു റിവാർഡ് എന്നുള്ളത്? അതായത് ഒരു 1000 രൂപ റിസ്കിൽ വെക്കുകയാണെങ്കിൽ 1000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇതിനെ നമ്മൾ പറയുന്നത് 1:1 എന്നാണ്. 1000 രൂപ റിസ്കിൽ വെച്ചിട്ട് 2000 രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1:2 എന്ന് പറയും. 1000 രൂപ റിസ്കിൽ വെച്ച് 3000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ 1:3 എന്ന് നമ്മൾ ഇതിനെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ എത്രയാ? 3.57. 1000 രൂപ റിസ്ക് വെച്ചാൽ 3570 രൂപ നമുക്ക് കിട്ടും. ഇതാണ് 3.57 എന്ന് പറയുന്നത്. 3.57 എന്ന് പറയുന്നത് 1000 രൂപ റിസ്കിൽ വെക്കുമ്പോൾ 3570 രൂപ നമുക്ക് കിട്ടും. അപ്പൊ ഇതിവിടെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയും നമ്മളുടെ ടാർഗറ്റിൽ 1:3 എങ്കിലും മിനിമം കാണണം. ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. ഓൾറൈറ്റ്. സോ ബുള്ളി സൈഡിലേക്കുള്ള ട്രേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. മിനിമം നിങ്ങളൊരു 6 months ഡേറ്റ വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇത് മെയിൻലി നമുക്ക് പറയാം ഒരു മൊമെന്റം ട്രേഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമുക്കൊരു റീട്രേസ്മെന്റ് ലെവലിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ റീട്രേസ്മെന്റ് ട്രേഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബേസിക് സ്ട്രാറ്റജി ഞാൻ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞു എന്നാൽ ഞാൻ നേരെ ട്രേഡ് ചെയ്തേക്കാം, ഒരിക്കലുമല്ല. നിങ്ങളിത് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഹ്യൂജ് എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യരുത്. വളരെ മിനിമൽ ആയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എന്ത് ഹെൽപ്പ് ആണെങ്കിലും നമ്മൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ബുള്ളി സൈഡിലേക്ക് ഒരു ട്രേഡ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബെയറിഷ് ട്രേഡും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ടിൽ ദെൻ ബൈ.